ഹലോ ഗോയ്സ്, ഇതെന്താ മൂടെന്നറിയില്ല. ഞങ്ങൾ റോട്ടിൽ കൂടി പോണായിരുന്നു നമ്മുടെ നിഖിൽ ബ്രോക്ക് ക്യാമറയിൽ ഒരു ഇതുള്ളായിരുന്നു, നമ്മൾ കടിക്കുന്നില്ല ഗൈസ്. അപ്പോൾ എന്താ മൂടെന്ന് വെച്ചാൽ നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. ഇതെന്ത് ഒരു മാൾട്ടയിൽ പലതവണ ടാക്സി പണി ചെയ്യുന്നത് ഞാനതുകൊണ്ട് ഞാൻ പലതവണ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സൈഡാണ്. ഈ സൈഡിൽ കൂടി പോകുമ്പോൾ ഒരു വിജലംബിച്ച പെട്രോൾ പമ്പ്, മറ്റേ ബാഹുമഞ്ചലയോ ഏതൊരു സിനിമ ഉണ്ടല്ലോ ബ്രോ, ഏത് മൂടാണെന്നറിയില്ല, നോക്കട്ടെ ഏട്ടാ ഞാൻ കാണിച്ചാൽ. ഇത് ശരിക്കും ഒരു പമ്പാണ്, പക്ഷെ അത് ക്ലോസ്ഡ് ആണെന്ന് എഴുതി കാണിച്ചേക്കണം. പക്ഷേ ഇവിടെ ഇപ്പോൾ ടയർ കടയാണ്, ടയർ റിപ്പയർ കടയാണ്. മൊത്തത്തിലൊരു വേറൊരു മൂഡ്. നോക്കി എന്താ മൂഡ് ഇത്. ഞാൻ ഒന്ന് പെർമിഷൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഇത് കണ്ടോ കുറെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഫോട്ടോ അല്ല, ഇവിടുത്തെ പാവക്കുട്ടികളാണ്. മറ്റേ ആനവല്ല് മൂഡിലെ കുറെ പാവക്കുട്ടികളുണ്ട്. ഇത് കണ്ടോ, ഇതേ ജോക്കർ ടയറുകള്, ഇതൊരു കിടിലം പെണ്ണ്, കിടിലം മോഡൽ മൂഡ്. എവിടെ ഗൈസ്, ഇവിടെ ഒരുപാട് മരിച്ച ആൾക്കാരുടെ ഫോട്ടോ നിരത്തി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ മാൾട്ടയിലെ പ്രേതാലയം പെട്രോൾ പമ്പ് ഗൈസ്, പ്രേതാലയം മൂഡ്. ഇത് നോക്കി. അപ്പം ഞാനിത് ആദ്യം കണ്ടത് ഇതൊന്നുമല്ല ഗൈസ്. ഞാനിപ്പോൾ അകത്ത് ആദ്യമായിട്ട് കയറിയതുകൊണ്ടാണ് ഈ മരിച്ചൊരു ഫോട്ടോ ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ഹൈലൈറ്റ് കാണിക്കാൻ പോണത് ഇവിടെയാണ് ഗൈസ്, ഈ മാലാക പ്രേതത്തിന. ഇവിടെ ആരടാ ചിറക് വെച്ചിട്ടുള്ള സുന്ദരി. വേറെ മൂട്. പിന്നെ 3 ഫ്രീക്കന്മാരും കൂടി ഉണ്ട്. ഇതാണ് മാൾട്ടയിലെ ഹൈവേ ഗൈസ്. ഇവിടെ അടുത്ത് തന്നെ വേറൊരു കിട്ടുന്ന സ്ഥലമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ പോകുന്നുണ്ട്. ഇവിടെ ഒരു 1.5 ഏക്കർ നീട്ടിയുള്ള ഒരു ശവക്കല്ലറുണ്ട്. പാതിരാത്രി അവിടെ കയറി ചെല്ലണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ പാതിരാത്രി അവിടെ എൻട്രി അല്ലേ അത്രേ. ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ആണ്, നമ്മളിന്ന് ഫ്ലൈറ്റ് പിടിക്കും. അപ്പോൾ അതിന് മുന്നേ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി നമ്മുടെ നിഖിൽ ബ്രോ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇതാണ് സാധനം. അതെ, ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുമ്പോൾ വരണ്ട പ്രദേശത്ത് മറ്റേ കൺട്രി സൈഡിലൊക്കെ പോകുമ്പോ അല്ലേ. അതെ, ടെക്സസ് ആയിരിക്കും. ടെക്സസ് ടൈപ്പ് ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോ ആ ഒരു മൂഡ്. അതെ, ആ ഒരു മൂഡുണ്ട് ഗൈസ് ഇവിടെ. ഒരു മാൾട്ട ശരിക്കും അത് തന്നെ ഒരു കൊച്ചു ടെക്സസ് ആണ്. ഇവിടെ എന്താ ഉള്ളത്, ബിൽഡിംഗ് ഇല്ല. ഒരു യൂറോപ്യൻ കൺട്രി ആണെന്ന് വെച്ചാൽ പേരിന്. അതെ അതെ, ഒരു അപ്പൊ മാൾട്ട അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഗൈസ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ കുറെ മരുഭൂമിയും ഇതൊക്കെ തന്നെ ഉള്ളൂ. അയ്യോ. അപ്പൊ ഗൈസ് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് ഈ ഒരു സാധനം കൊണ്ട് ഗൈസ് ഞങ്ങൾ റോട്ടിൽ കൂടി പോണായിരുന്നു. അപ്പോൾ ഒരു 4 വീൽ ഫണ്ട്, നമ്മുടെ ഈ സാൻ ആൻഡ്രിയാസിലേക്കുള്ള 4 വീൽ ഫണ്ട് പോലത്തെ ഒരു വണ്ടിയിൽ ദേ ഇപ്പൊ കണ്ടോളാം. ഇതിന്റെ ഓണറിനെ ശരിക്കും എനിക്കറിയാം. പക്ഷെ നല്ല കിടിലം വണ്ടി, മറ്റേ പാവനെയൊക്കെ പിടിപ്പിച്ചിട്ട്. ഇത് നോക്കികള് എന്റെ മോനെ, ഇതെവിടെ ഇടിച്ചിട്ടുണ്ട് കേട്ടോ, പാവ ഇടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, അയ്യോ വേറെ മൂഡ്. പോളൂസി ഇതാണ് ആൾട്ടാ. എന്റെ മോനെ, ഇതെന്ത് വണ്ടിയല്ലേ ബ്രോ, വണ്ടിയാ പൊളിസാരല്ലേ ഗൈസ്. അതിന്റെ ഓണറിനെ എനിക്കറിയാം. ആള് ഇവിടെ ഒരു ഫ്രീക്കനാണ്, ഇവിടുത്തെ പഴയൊരു റോക്ക് സ്റ്റാർ ആണ് ഗൈസ്. ആള് നൈസ് പാട്ടൊക്കെ വെച്ച് ശരീരം മൊത്തം ടാറ്റോ ഒക്കെ അടിച്ചിട്ട് നൈസ് തടിച്ചിട്ട് ഈ വണ്ടിയുടെ അവിടെ പുള്ളിയുടെ അപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ നൈസ് റോക്ക്, മറ്റേ റോക്ക് മ്യൂസിക് വെക്കണോ ബ്രോ, മെറ്റാലിക് മൂഡ് വെച്ചിട്ട് ആള് ഇങ്ങനെ ഇരിക്കാനല്ലേ. നൈസ് മൂടാണ് ഗൈസ്. വണ്ടി എങ്ങനെയുണ്ട്, പൊളിയല്ലേ, പൊളി വൈബ് ഗൈസ്. Cheers bro. Cheers. അങ്ങനെ നമ്മളവിടെ നിന്ന് മന്തിയൊക്കെ കഴിച്ചിറങ്ങി. വയറൊക്കെ നിറഞ്ഞ് മനസ്സും നിറഞ്ഞു. സൂപ്പാണ് അതിൻ്റെ ഹൈലൈറ്റ്, നല്ല ബ്രോത്ത് സൂപ്പ്. അതായത് അതിൻ്റെ നെയ്യൊക്കെ ഇറങ്ങിയ ഒരു വെള്ളമില്ല ഗൈസ്, അത് വെച്ചുള്ള ഒരു കിടില സൂപ്പ്. നമ്മൾ തിരിച്ച് കാറിലോട്ട് പോയിട്ട് ഇനി ശവക്കല്ലറയിലോട്ട് പോവുകയാണ് ഗൈസ്. ഒരുപാട് മലയാളി പെൺകുട്ടികളെ കാണുന്നുണ്ട്, സുന്ദരിമാരും വളരെ നല്ല കുട്ടികളുള്ള മതാമാരും. ഭംഗിയിലല്ല കാര്യം, ആൾക്കാരുടെ വ്യക്തിത്വമാണ്. ശരിയാണ്, പക്ഷേ വില കുറച്ച് കാണാം. ഇപ്പൊ സായിപ്പന്മാരെ കാണുമ്പോ മലയാളി പെണ്ണുങ്ങള് ഭയങ്കര ബഹുമാനവും കാര്യങ്ങളൊക്കെ കാണിക്കും. നമ്മ വണ്ടി കയറുമ്പോ ഒന്ന് വിഷ് ചെയ്താൽ പോലും അവര് തിരിച്ച്
ഒരക്ഷരം പോലും മിണ്ടാതെ മുഖം കെട്ടിപ്പിടിച്ചിരിക്കും. അതെ ബ്രോ, ഞാനും എനിക്കും സെയിം അനുഭവം തന്നെ. എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ മതന്മാര് അല്ലെങ്കിൽ നല്ല സുന്ദരിമാരായിട്ടുള്ള അടിപൊളി മതന്മാരുടെ അടുത്തൊക്കെ എന്തോരം കമ്പനി അടിച്ചു. ഇപ്പൊ ബ്രോയിനെ അറിയാലോ വീഡിയോസിലൊക്കെ എന്തോരം കോണ്ടാക്ട്സ് ഉണ്ട് നമുക്ക്. പക്ഷേ നമ്മളിപ്പോ അതേസമയം ഒരു മലയാളി കുട്ടിയുടെ അടുത്ത് വണ്ടി കയറാണ്, എനിക്ക് തോന്നുന്നു ഇതുവഴിയാണ്, നമ്മളപ്പോ പറയണ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയണെങ്കിൽ അപ്പൊ തന്നെ ഒരു ഒറ്റയടിക്ക് വിചാരിക്കണ് ഫ്ലർട്ടിങ് മൂഡാണ്, വേറെ മൂഡാണ്. ആ മൂഡാണ് ഇവര് ചിന്തിക്കുന്നത്. അതാ ഇവര് കണ്ടേക്കണത് അതേപോലത്തെ ആണുങ്ങളാണ്. അതെ അതെ, ഇവർക്ക് പരിചയമുള്ളത്. പക്ഷെ നമ്മളെന്നൊക്കെ പറഞ്ഞാല് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ആയിട്ടുള്ള നമ്മള് ബ്രോ മാരീഡ് ആണ്, അതുകൊണ്ട് ബ്രോ നോക്കാറില്ല. പക്ഷെ ഒരു ടാക്സി ഡ്രൈവർ എന്നുള്ള രീതിയിൽ ഇത്ര പേര് അല്ലാതെ പേരായിട്ട് അവിടെ നാട്ടിൽ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതാ. നമ്മ പെണ്ണുങ്ങളെ കാണാത്ത രാജ്യത്ത് വന്നേക്കണേന്നല്ല നമുക്ക് അത്യാവശ്യം. അപ്പൊ പ്രിയപ്പെട്ട മലയാളി കുട്ടികളെ, നിങ്ങള് ഇത് ചിന്തിക്കണം. എല്ലാവരും ഉദ്ദേശിച്ച് പറയുന്നല്ല ഗൈസ്, എല്ലാവരും ഉദ്ദേശിച്ച് പറയുന്നല്ല ഗൈസ്. പക്ഷേ ചില കുട്ടികള് കാണിക്കുന്ന ആൾക്കാർക്ക് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് മനസ്സിലാവും. ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല, ബ്രോയുടെ മാത്രം അഭിപ്രായമല്ല, ഇവിടെ ഉള്ള ഒരു 99% മലയാളി ചെക്കന്മാരുടെ അഭിപ്രായമാണ്. മദാമ്മമാർക്ക് പോലും ഇല്ലാത്തത്ര ജാടയാണ് ചില സമയത്ത് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക്. അതെ, വകവെക്കേണ്ട കാര്യമില്ല. അതായത് ഇവിടെ ഉള്ള സുന്ദരിമാരായിട്ടുള്ള നിങ്ങള് വകവെച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണെന്നുള്ള കാര്യം ചിന്തിച്ചു. പക്ഷെ ഇതൊന്നും അറിഞ്ഞിരിക്കണമല്ല. അതെ, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇവിടെ എത്രത്തോളം ഇത്രയും വ്യക്തിത്വത്തിലാണ്. പക്ഷെ ഞാൻ ഇപ്പൊ ഇവരെ കണ്ടിട്ട് നമ്മള് ഫിസിക്കലി അട്രാക്റ്റഡ് ആയെന്നുള്ള രീതിയിലാണ് ഫ്ലേർട്ട് ചെയ്യാൻ പോണെന്ന്. അങ്ങനെയുള്ളവരും ഉണ്ടാവട്ടെ എന്നല്ല, ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷേ നമ്മള് എല്ലാവരും ആ ഒരു കാറ്റഗറി കിട്ടില്ല. നമ്മളൊരു ഗുഡ് മോർണിംഗ് പറയാ, ഗുഡ് ആഫ്റ്റർനൂൺ പറയുമ്പോ തന്നെ ഒരു ഇതിങ്ങനെ മറ്റേ ഇവൻ വേറെ മൂഡാട്ടാ, അപ്പൊ നമ്മള് മാറി മറ്റേ വേറൊരു മൂഡിൽ അറ്റം വരെ നമ്മളെ പറ്റി നെഗറ്റീവ് മൂഡിൽ ഇരുന്നിട്ട് നിൽക്കണത്. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്, ദാറ്റ് ഈസ് നോട്ട് കൂൾ. ഓക്കെ, അപ്പോൾ പറഞ്ഞു തന്നത് ടാക്സി ഡ്രൈവർമാരും അല്ല അവര് മദാമ്മമാരും എല്ലാം കാണിക്കാത്ത ചാട നിങ്ങൾ ഈ ചെറിയൊരു മൂഡ് വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്തൊക്കെ കാണിക്കില്ലേ ഗൈസ്. വളരെ സ്നേഹത്തോട് പറയണത്, എല്ലാവരും ഉദ്ദേശമല്ല, പിന്നെയും പറയുന്നു. ഇത് കാണിക്കുന്നവർക്ക് വ്യക്തമായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെയാണ് ഈ കാണിക്കുന്നത്. സോ പ്ലീസ്, ഓക്കെ, താങ്ക് യു. അങ്ങനെ ഗൈസ് നമ്മൾ എത്തിയൊക്കെയായിരുന്നു ഇവിടെ എത്താം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയൊരു ശവക്കല്ലറ. നമ്മൾ റോട്ടി കൂടിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നിരത്തിയിട്ട് ഏക്കർ കണക്കിന് ശവക്കല്ലറ നിറച്ചിട്ടേക്കണാണ്. ഇത് ഇവിടുത്തെ മച്ചാണ് നോ ക്യാമറ ന്യൂസ്, ക്യാമറ കയറ്റാൻ പാടില്ല അത്ര. ഇത് എന്തൊരു കഷ്ടമാണ്, മാങ്ങ തൊലി. അതായത് പുറത്ത് നിന്നത് ഇങ്ങനെ കാണിച്ചു തരാം. ഉള്ളിലൊരു പള്ളിയുണ്ട്, പിന്നെ എന്താ പറയാ, ഇപ്പം ഒരു കുറേ കല്ലറകളുണ്ട്. അത് തന്നെ ഇപ്പോൾ ഇവിടെ സ്പോട്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല, അടുത്ത നോക്കാം. ഇതാണ് ഗൈസ് ആ കല്ലറേട്ടാ. എന്തോരം ഏരിയ ആണെന്നറിയോ. പക്ഷേ അങ്ങനെ കയറാനൊരു വകുപ്പില്ലാണ്ടായിപ്പോയി. വെൽക്കം ടു ദ ചൈന ടൗൺ ഇൻ മാൾട്ട. സാന്റാ ലൂസിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഉള്ളൊരു നോയ്സ് വൈബുള്ള പ്ലേസാണ് ഗൈസ്. കറക്റ്റ് ചൈന ടൗൺ മൂഡ്, ലാൻഡേൺസും കുറേ പ്രത്യേകതരം ബിൽഡിങ്സും. ഇവിടെയൊക്കെ വന്നിട്ട് കുറച്ച് നേരെ ഇരിക്കാൻ തന്നെ നല്ല മൂടാണ്, കാരണം ഇവിടെ നല്ല തണലും. ഇതാണോ നിങ്ങൾ പോയി സിംഹക്കുട്ട കയറിയ വെച്ചാൽ കൊള്ളാല്ലേ. എൻ്റെ മോനെ നടുക്കൊരു നോയ്സ് കുളമൊക്കെ ഉണ്ട്. മീനുണ്ട് തോന്നുന്നല്ലേ.
നീന്താൻ പാടില്ല ഗൈസ്. ആരും ഇവിടെ വന്ന് വെള്ളത്തിൽ ചാടാനുള്ള മൂടൊന്നും കടിച്ചേക്കരുത്. പക്ഷെ ഇതിൽ ഈ വെള്ളത്തിലെങ്ങാനും ചാടിക്കഴിഞ്ഞാൽ പിന്നെ ചൊറിഞ്ഞൊറിഞ്ഞ് ചാവത്തുള്ളൂ. മറ്റേ കരാട്ടക്കിട്ട് സിനിമയിലൊക്കെ ഉള്ള ഒരു മൂടല്ലേ ബ്രോ? മൊത്തം നല്ല മരത്തിന്റെ തൂണുകളും ഒരു ചൈനക്കാരുടെ ഒരു മൂഡില് മൊത്തത്തിൽ ബിൽഡ് ചെയ്തേക്കണം അല്ലേ? അവരെന്തോ ഒരു സംഭവം അല്ലേ? പോയി ഓ ഗൈസ്, ചൈനക്കാരുടെ ടേബിൾ. നമുക്കൊരു ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് കഴിക്കാറുന്നല്ലേ ബ്രോ? ഓക്കെ, നൈസ് ഡിസൈന്. മത്ത പോലത്തെ മറ്റേ ഭരണിയൊക്കെ പോലത്തെ ചെയറും. നമ്മൾ കുറച്ച് കൊട്ടയൊക്കെ കൊട്ടി വെക്കട്ടെ. ഏതാ മൂഡ് നോക്കാം. പോരട്ടെ, കമോൺ കമോൺ, യു ക്യാൻ ഡു ഇറ്റ് ഗൈസ്. അതെ അതെ, ഒലിവ് മരങ്ങളുടെ ഇടയിൽ ഒരു ബിരിയാണിയും ഒരു കുപ്പിയും പോലീസ് പിടിക്കും. ഇവിടെ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറ്റിയൊരു നൈസ് മൂഡ്. എന്ത് ചൂടാണ് ഇവിടെ ഇപ്പോൾ ഈ മാൾട്ടയിൽ എന്ന് അറിയോ? പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്തൊരു തണുപ്പ് അല്ലേ ബ്രോ? കുറേ ഒലിവ് മരങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. ഇവിടെ നമുക്കൊരു സ്റ്റണ്ടൊക്കെ കാണിച്ച്. ഞാൻ പണ്ട് എത്രാം വയസ്സാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഷോറിൻ റീസ് യുബുഗാൻ കരാട്ടെ, നമ്മളെ ആശാൻ സെൻസൈ സ്പാർക്ക് ഡേവിഡ്, സോ ഗ്രേറ്റ്ഫുൾ ടു യു. ഇപ്പോഴും ആളുടെ ശിഷ്യനാണ് ഇപ്പോഴും, അന്നും എപ്പോഴും. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് കണ്ടിട്ട്. ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ നിന്നൊരു അടിപൊളി വീഡിയോ എടുത്തായിരുന്നു. എൻ്റെ അമ്മോ, കുറേ നാളായി മുട്ട സിഗരറ്റ് വലിയും കൂടി ആയതുകൊണ്ട് സ്റ്റാമിന ഇല്ല ഗൈസ്. സ്മോക്കിംഗ് ഈസ് വെരി ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിയല്ലേ നമ്മളൊന്ന് ഒച്ചെടുത്തപ്പോൾ നാട്ടുകാരൊക്കെ ചിരിക്കട് പ്രാതാന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഗൈസ്. ഞാനിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഗോജിഷിയോ എന്ന് പറയുന്ന ഒരു ഡാൻസ് ഫോം, അല്ലെങ്കിൽ കഥ എന്ന് പറയും കരാട്ടയിൽ. അപ്പോൾ അതിൽ ക്യാ ഒരു സ്പോട്ട് വരുമ്പോൾ നമ്മൾ ക്യാ എന്ന് പറഞ്ഞ് ഒച്ചുണ്ടാക്കും. അത് സിഗ്നേച്ചർ മൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ നാട്ടുകാർ ഇവിടെ കിട എല്ലാവരും ചിരിച്ച് ഗൈസ്. അപ്പോൾ നമ്മുടെ ബ്രോയ്ക്ക് നാണായി.
എനിക്ക് പിന്നെ നാണില്ലല്ലോ ഗൈസ്. എൻ്റെ മോനെ ഇത് മൂട്ട് ഗൈസ്. ഇവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ. വാട്ട് ഈസ് ദിസ്? വെള്ളമൊക്കെ വീഴുന്നുണ്ട്. അയ്യോ, ഗുഫ. വായോ നൈസല്ലേ. ഇത് താറാവ് കൂട്ടാ, താറാവ് കൂട്ടാ. ഓടിക്കളഞ്ഞ് കഴിച്ച്, ഓടിക്കളഞ്ഞ്. അങ്ങോട്ട് ചാടാൻ നോക്കിയാലോ ബ്രോ? വെള്ളം. അതെ, വെള്ളത്തിലാണ്. ആരെങ്കിലും വിളിക്കും വെള്ളത്തിൽ ഇറങ്ങാൻ പോലെ. ഏയ് വെള്ളത്തിലല്ല, ഇവിടെ കല്ലുമ. എന്തിനാ? ചുമ്മാ നല്ല വീട് കേട്ടാ. വീഴുന്ന പേടി. വീണ എന്നെ കാറി കയറ്റില്ലല്ലോ ബ്രോ. കണ്ടാറ നടന്നു വരത്തി വരും. എന്നാ ബ്രോ ട്രൈ ചെയ്തോ. പിടിച്ചേ. എന്നെ പറിച്ചിട്ടല്ലേട്ടാ, എൻ്റെ ഫോണും ഇതൊക്കെ ഉണ്ട്. എന്തെങ്കിലും രണ്ടുപേരുടെ ഫോണും. ബ്രോ ഇത് സീനാവട്ടെ, വേണ്ട, ആൾക്കാർ നോക്കണ്ട്. ബ്രോ വേണോ? വീഡിയോ ഉണ്ട് കേട്ടാ. വീഡിയോ ഓണാണേ. ഓണല്ലേ? ആ ഇപ്പോൾ അയ്യോ ഗൈസ്, ഞാനിതാ മറ്റേ തടാകത്തിൻ്റെ നടുക്ക് നിൽക്കുവാണ് ഗൈസ്. ഇത് ജസ്റ്റ് കല്ലിൻ്റെ എപ്പോഴേലും തലയെ കുത്തി വീഴും. ഈ വെള്ളത്തിലോട്ട് വിടാൻ തീർന്ന പരിപാടി അല്ലേ? വെള്ളം. ഞാൻ മറ്റേ ഇങ്ങനെ ഇരുന്ന് മെഡിറ്റേറ്റ് ഒരു സാധനം എടുക്കാം. Meditating in the Chinese garden, please. Ching chang chong. Ching chang chong. Hiya. Kai. ഇല്ലില്ല, അവര് വേറെ അവരുടെ രീതിയിൽ ചിരിക്കണം. തലകുത്തി എന്നല്ല ബ്രോ. വേണ്ട ബ്രോ, വല്ല വെള്ളത്തിൽ വീഴും. വാ. ഇത് മേലെയോ? എങ്ങനെ വീഴണമെങ്കിൽ ഹൈലൈറ്റ് കിട്ടും. അയ്യോ വീഴല്ലേ, മാറ്റേ ചാട്ടെ. തല്ലില്ല, പിടിക്കട്ടെ. ചാട്ടെ. അയ്യോ വീണില്ല ഗൈസ്, വീണില്ല. സക്സസ്. ലെറ്റ്സ് ഗോ മച്ചാ. ഏത് മൂട് മച്ചാനെ. തടാകം. പക്ഷെ ഈ വെള്ളമൊക്കെ ഒരു ക്ലീൻ ചെയ്യണില്ല. എന്തായാലും ബ്രോ പായല. ദേ ആമക്കുട്ടൻ. ഇതേ മുങ്ങിപ്പോയിടാ. ഇതേ ആമ കണ്ട, ആമ കാണാം. 1 2 ഓരോരുത്തർ മുങ്ങിപ്പോയി. തേങ്ങയല്ലേ ബ്രോ, ആമയാണത്. ആമ ഗൈസ്, ആമക്കുട്ടന്മാര്. ദേ ഒരു ആമ നമ്മുടെ അടുത്ത് തന്നെ വന്നിക്കണ്. ഇതാ ഓ മുങ്ങിക്കളഞ്ഞു. ഭൂമരങ്ങളുടെ ഇടയിലൂടെ ഇതാ നമ്മൾ. നല്ല കാറ്റല്ലേ ബ്രോ? ദേ ബ്രോ വെള്ളം, വെള്ളച്ചാട്ടമൊക്കെ ഓൺ ചെയ്തേക്കടെ ഗൈസ്. ഇതാ മൂട്. ഓ വെള്ളച്ചാട്ടം കുത്തോ മച്ചാനെ. ബാംബു കാടുകളിലൂടെ നമ്മ ഇവിടെ നിന്ന് ഇറങ്ങണ് ഗൈസ്. Nihao Chinese garden. Maltile Chinese garden guys. ഗാർഡൻ സെറ്റ് ചെയ്തത് മിസ്റ്റർ ലൈലാൻഡ് ക്വിങ്, വൈസ് പ്രീമിയർ ഓഫ് റിപ്പബ്ലിക് ഓഫ് ചൈന ഗൈസ്. ആളാണ്, താങ്ക്സ് ടു ഹിം. 25 വർഷം മുന്നേ, 2000 ഏപ്രിൽ. വാവ്. മുഖം കഴുകായിരുന്നു, പക്ഷേ പായലുണ്ട്. പാവം കിളി വെള്ളം കുടിച്ച് ചത്തുപോയി ഗൈസ്. സോ സാഡ്. നല്ല ആംബിയൻസ് അല്ലേ ബ്രോ ഇവിടെ ഇരിക്കാനായിട്ട്? ഒരു ശാന്തതയുണ്ട് മനസ്സിൽ. യെസ്, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. സച്ച് എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. മാൾട്ടയിൽ പ്രാന്ത്, അതായത് ടെൻഷൻ അടിച്ചിരിക്കണ എല്ലാവർക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി വരുമല്ലേ മാൾട്ടയിൽ. ആയിരിക്കാം ടെൻഷൻ.
അവിടെ പോയി ഇരുന്ന് പറഞ്ഞു വന്നതേ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെ മാൾട്ടയിൽ വന്നപ്പോ നമ്മള് മാൾട്ടയിൽ വന്നപ്പോ നമ്മുടെ മലയാളി ആൾക്കാരൊക്കെ, പ്രത്യേകിച്ച് മലയാളി പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നാടിന്റെ ഒരു ഫീല് അല്ലേ. പക്ഷേ അവരിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം വളരെ ദാരുണികമായിട്ടുള്ള അനുഭവം അല്ലേ ഗൈസ്. എല്ലാവരും അല്ല ഗൈസ്, ചുരുക്കം വളരെ കുറച്ച് ആൾക്കാർ, പ്രത്യേകിച്ച് പുതുകോടിയായിട്ട് പുതിയതായിട്ട് വന്ന ആൾക്കാർ അല്ലേ, വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലേ. എന്താണെന്ന് വെച്ചാൽ ടാക്സിയിൽ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞപ്പോൾ ഒരു കുട്ടി കാണിച്ച ഒരു അനുഭവമാണ് നമ്മളെ കൊണ്ട് ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. ചുമ്മാ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു. അപ്പോൾ തന്നെ അവളിൽ നിന്നുണ്ടായ ഒരു റിയാക്ഷൻ പരമ പുച്ഛം എന്ന് പറഞ്ഞാൽ പുച്ഛവും ഏതോ നമ്മൾ കാറിലിട്ട് പീഡിപ്പിക്കാൻ പോയ പോലത്തെ ഒരുമാതിരി കാണിക്കണം അമ്മാതിരി ഒരു ഡിസ്റ്റൻസ് അല്ലേ ബ്രോ. കൂടുതലും മലയാളി പെണ്ണുങ്ങൾ കയറിയേക്കണത് അങ്ങനെയാണ് എനിക്ക് കിട്ടിയേക്കണത്. എനിക്കും അത് തന്നെ ബ്രോ കിട്ടി. എനിക്കും ബ്രോയ്ക്കും മാത്രമല്ല, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, മലയാളികളും മാൾട്ടീസും എല്ലാം ഒരുപാട് ഫ്രണ്ട്സ്. അതെ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ്. എല്ലാവരും ഒറ്റ ഇതിൽ പറയുന്ന ഒരു അഭിപ്രായമാണ്. ഇവിടെ ഫോറിനേഴ്സ് ആവട്ടെ, നമ്മുടെ നാട്ടിലെ കുട്ടികളാവട്ടെ, എല്ലാവരും ചില ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു സംഭവമില്ലേ ബ്രോ, എന്താ പറയുക, ഇപ്പം ഒരുമാതിരി നമ്മളൊക്കെ ഒരുമാതിരി പട്ടി വില കൊടുത്തിട്ടുള്ള ഒരു മുഖത്ത് നോക്കണ പോട്ടെ നമ്മളോട് പെരുമാറുന്ന ഒരു രീതി. അതേസമയം ഇവിടെ ഫോറിനേഴ്സിൻ്റെ അടുത്തൊക്കെ അവർ നല്ല അടിപൊളിയായിട്ട് വരും. നമ്മളൊക്കെ എന്താ പറയുക, പെൺപിള്ളേരെ കാണാണ്ട് കിടക്കുന്ന ആൾക്കാരാ. എന്താ സീൻ വെച്ചിട്ടേ അവർക്ക് ഇത്ര നാളും ആണുങ്ങളിൽ നിന്ന് കിട്ടിയേക്കണം ചിലപ്പോൾ അങ്ങനെ ഇരിക്കാം. പക്ഷെ അത് ഇവിടെ വന്നു കഴിഞ്ഞ ഒരു 3-4 മാസം സാലറി ഒക്കെ മേടിച്ച് കഴിയുമ്പോഴേക്കും ഔട്ട്ലുക്ക് അങ്ങോട്ട് മാറും. അതെ, മതമാവാൻ പഠിക്കും അല്ലേ. അതെ, പക്ഷേ ഇവിടെ മതാമ്മമാർക്ക് പോലും ഇല്ലാത്ത അത്ര ജാട ചില കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി കുട്ടികൾ, നോട്ട് ജനറലൈസിങ് പറയുമ്പോൾ ഇത് ചെയ്യുന്ന ആൾക്കാർ ആരാണോ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിക്കോളും. അതിനിടയിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരാണെങ്കിലും പറയാറുണ്ട്. അതെ, പെൺപിള്ളേർ തന്നെ ഇവിടെ പറയാറുണ്ട്. ചില പെൺപിള്ളേരുടെ കാട്ടിക്കൂട്ടം കണ്ടു കഴിഞ്ഞാൽ അതിന് വേറൊന്നല്ല, അവരുടെ നമ്മളോടുള്ള പുച്ഛം, അവരുടെ സ്വന്തം നാട്ടുകാർ തന്നെയല്ലേ നമ്മളെന്താ ഇവിടെ നമ്മൾ ടാക്സി ഡ്രൈവർ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ എന്തോരം നല്ല നല്ല കുട്ടികളായിട്ട്. ബ്രോയുടെ കാര്യമല്ല കേട്ടോ, എൻ്റെ കാര്യം പറഞ്ഞത്. ബ്രോ മാരീഡാണ്, വളരെ ഹാപ്പിലി മാരീഡ് ആയിട്ടുള്ള ആള്. നമ്മൾ ചില പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് നോക്കി പോവും, അമ്മാതിരി ഭംഗിയുള്ള കുട്ടികൾ. പക്ഷെ അവരൊക്കെ പെരുമാറുന്ന രീതിയും എന്താ വളരെ വളരെ നമ്മളോടൊക്കെ പക്ക മാനേഴ്സ് ആയിട്ടുള്ളതും വളരെ സ്നേഹത്തോടെ പെരുമാറാൻ, അവർക്ക് നല്ല ക്യാരക്ടറോടെ പെരുമാറാൻ. ചില ആൾക്കാർ നേരെ ഇരിച്ചാൽ കാണാനും മേനെ ഉണ്ടാവില്ല, എന്നാ മറ്റേ വേറെ മറ്റേ വൺ മൂഡില്. ഞാൻ പറയണ അങ്ങനെയല്ല ബ്രോ, സൗന്ദര്യം എന്ന് പറയണത് ഒരാളുടെ ക്യാരക്ടറിലാണ്. സൗന്ദര്യം എന്ന് പറയണത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിലും അവർ കാണിക്കുന്നത് വെച്ചിട്ട് അവർക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ, ഫിസിക്കൽ സൗന്ദര്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് വെറുത്തു പോകുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ അല്ലേ ബ്രോ. കൂടെ ജീവിക്കുന്ന മനുഷ്യരോട് മാന്യമായിട്ട് പെരുമാറുക, അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനും അതന്നെ, അതാണ് ഗൈസ് ഇന്നത്തെ ഒരു സംഭവം. ഒരു കാറിലൊരു ഇവിടുത്തെ മാൾട്ടയിലെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൈഡ് ചിലപ്പോൾ ഒരു കൂടിപ്പോയ ഒരു അരമണിക്കൂർ, അതിന് മേലെ ഒരു റൈഡും ഉണ്ടാവാറില്ല. അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കിപ്പോൾ ഫ്ലേട്ടിങ് ആണ് ഒരുത്തൻ്റെ രീതിയിലേക്ക് തോന്നണമെന്ന് അങ്ങനെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനോട് സംസാരിക്കാണ്ടിരിക്കുക. ഗുഡ് മോർണിംഗ് പറഞ്ഞെന്ന് ഫ്ലേട്ടിംഗ് ആണെന്ന് ആരും വിചാരിക്കരുത്. കാഷ്വലായിട്ട് ടോക്ക് ചെയ്യണമെന്നും പറഞ്ഞ് നഷ്ടപ്പെടാനൊന്നും പോകണമെന്നില്ല. അല്ലെങ്കിൽ എനിക്കറിയാൻ പല എന്താണെന്ന് ഇതുങ്ങളുടെയൊക്കെ. എനിക്ക് ആ രീതിയിൽ ഇറങ്ങി ചിന്തിക്കാൻ പറ്റാനുള്ള കാര്യം ഞാൻ ആൾക്കാരോട് മാന്യമായിട്ട് പെരുമാറുന്ന വ്യക്തിയാണ്. അതെ, ഉറപ്പായിട്ടും. അതിപ്പോൾ ഞാൻ ആൾക്കാരുടെ ലുക്കും ബാക്കി പൈസയൊന്നും നോക്കിയൊന്നുമല്ല ഞാൻ ആൾക്കാരെ വിലയിരുത്തണത്. അപ്പോൾ അത് ആ ഒരു രീതിയിലേക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റണില്ല. എനിക്ക് അതുകൊണ്ട് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഞാൻ ആൾക്കാരോട് അങ്ങനെ പെരുമാറാറില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളോട് ഇത് കണ്ടിട്ട് വിഷമം തോന്നിയിട്ട് ഒരിക്കലും പറയണല്ല. നിങ്ങളുടെ പുച്ഛം കണ്ടിട്ട് ഇത് എന്തിട്ട് നിങ്ങൾ കാട്ടിക്കൂട്ടരുന്ന് മനസ്സിലാവാത്തോണ്ട് പറയണാണ് ഗൈസ്. സോ പ്ലീസ് 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 വിട്ടുകളയൂ ഗൈസ്, വിട്ടുകളയൂ, ശാന്തമാവുകയും. മലയാളി കുട്ടികൾ ഒരു അടിപൊളി കോംപ്ലിമെന്റ് പറഞ്ഞു ഗൈസ്. ഇതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ വീഡിയോ. ചില കുട്ടികൾ വളരെ ജാടുണ്ടെങ്കിലും ചിലവർ വളരെ നൈസ് അല്ലേ. ഇവർക്ക് എന്ത് നൈസായിട്ടല്ലേ പെരുമാറിയത്. രണ്ടുപേരും നിൽക്കണം.
ബൈ ബൈ ബൈ. അവരെ കാണിക്കരുതെന്ന് പറഞ്ഞ വീഡിയോയിൽ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കാണിക്കുന്നത് ശരിയല്ലല്ലോ ഗൈസ്. അപ്പോൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു കിടിലൻ കോംപ്ലിമെന്റ്, ഫോറിൻ ലുക്കൊക്കെ ഉണ്ട് അത്ര. അപ്പൊ ഞാൻ ചോദിച്ചു ഹിന്ദിക്കാരനാണോ ആഫ്രിക്കനാണോ, ഏത് രാജ്യം പറഞ്ഞ ബ്രോ? ആഫ്രിക്കൻ മൂഡ് ഗൈസ്. കൊള്ളാം, ആഫ്രിക്കൻസിനാണ് ഏറ്റവും പെണ്ണിടുന്നത്. അപ്പം കറങ്ങി തിരിച്ച് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ എത്തിയത്. ഇപ്പം നമ്മുടെ കസിൻസിൻ്റെ വീട്ടിലെത്തിക്കണം. ഇവിടെയാണ് ഈ മുട്ട ഫുട്ബോൾ കളി. സഞ്ജയ്, അപ്പൂസ്, ഏതാ മൂഡ്? ഇത് ഏതാ ഗെയിം ഗൈസ്? ഫിഫ 25. അടിപൊളി. ഇപ്പം അപ്പൂസും സഞ്ജയും വൺ ലെവലിലെ പോരാട്ടമാണ് ഗൈസ്. റെഡാണ് അപ്പൂസ് അല്ലേ? റെഡ് അപ്പൂസ്, വൈറ്റ് സഞ്ജയ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിട്ട്. ഗോളടിച്ച് ആരാ ഗോളടിച്ച്? 2-1 ഗൈസ്, 2-1. Come on, Appus, come on. Let's go. Sanjay. Come on.